ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ചണ്ഡികായൈ നമഃ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. എല്ലാ ഭക്തജനങ്ങൾക്കും ഈ നവരാത്രിയുടെ 3-ാമത്തെ ദിവസം അമ്മയെ വേണ്ട വിധത്തിൽ പൂജ ചെയ്യുവാൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് അമ്മയെ ഏത് ഭാവത്തിലാണ് പൂജിക്കേണ്ടത്, എന്താണ് അതിനുള്ള ശ്ലോകം, ഏത് ശ്ലോകം ചൊല്ലിയാണ് അമ്മയെ പ്രീതിപ്പെടുത്തേണ്ടത് എന്നും അതിൻ്റെ ഫലവും നോക്കാം. ഇന്ന് 3-ാമത്തെ ദിവസം കല്യാണി ഭാവത്തിലാണ് അമ്മയെ പൂജ ചെയ്യേണ്ടത്. ഇതിൽ 3 പെൺകുഞ്ഞുങ്ങളെ ഇരുത്തി കല്യാണി ഭാവത്തിൽ അമ്മയായി സങ്കല്പിച്ചുകൊണ്ട് പൂജ ചെയ്യണം എന്നാണ് വിധി പറയാറ്. ഇങ്ങനെ കല്യാണി ഭാവത്തിൽ പൂജ ചെയ്യേണ്ട പെൺകുഞ്ഞുങ്ങൾ 4 വയസ്സുള്ള കുഞ്ഞുങ്ങളാവണം എന്നാണ് വിധിക്കുന്നത്. 4 വയസ്സുള്ള കുഞ്ഞുങ്ങളെയാണ് കല്യാണി എന്ന് പറയുന്നത്. അപ്പോൾ ആ കല്യാണി ഭാവത്തിൽ അമ്മയെ പൂജിക്കാൻ 4 വയസ്സുള്ള 3 പെൺകുഞ്ഞുങ്ങളെ, ഇന്ന് 3-ാമത്തെ ദിനമായതുകൊണ്ട് 3 പെൺകുഞ്ഞുങ്ങളെ ഇരുത്തി കല്യാണി ഭാവത്തിൽ അമ്മയായി സങ്കല്പിച്ചുകൊണ്ട് അവരെ പൂജ ചെയ്യണമെന്നാണ് വിധി. ഇനി അങ്ങനെ പൂജ ചെയ്യുമ്പോൾ ഏത് ശ്ലോകം ചൊല്ലിയാണ് അമ്മയെ പ്രീതിപ്പെടുത്തേണ്ടത്, അമ്മയുടെ പ്രീതിക്കായിക്കൊണ്ട് ഏത് ശ്ലോകമാണ് ചൊല്ലേണ്ടത് എന്ന് പറയാം. കലാത്മികാ കലാതീതാം കാരുണ്യഹൃദയാം ശിവാം കല്യാണജനനീ നിത്യാം കല്യാണീം പൂജയാമ്യഹം. ഒന്നുകൂടി പറയാം. കലാത്മികാ കലാതീതാം കാരുണ്യഹൃദയാം ശിവാം കല്യാണജനനീ നിത്യാം കല്യാണീം പൂജയാമ്യഹം. ഇനി ഇങ്ങനെ കല്യാണി ഭാവത്തിൽ ദേവിയെ പൂജ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഫലം എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. വിദ്യയെ ആഗ്രഹിക്കുന്നവനും അതുപോലെ വിജയം ആഗ്രഹിക്കുന്നവനും രാജ്യം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർത്ഥിവനും സുഖം വേണമെന്ന് ആഗ്രഹിക്കുന്നവനും ഇതൊക്കെ ലഭിക്കുവാൻ സർവകാമപ്രദയായിട്ടുള്ള കല്യാണിയെയാണ് പൂജിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അഥവാ ഇങ്ങനെയുള്ളവരൊക്കെയും കല്യാണി ഭാവത്തിൽ ദേവിയെ പൂജ ചെയ്താൽ ഇതെല്ലാം സിദ്ധിക്കുമെന്നാണ് ഫലപ്രാപ്തിയിൽ പറയുന്നത്. എല്ലാവർക്കും ഇന്നേ ദിവസം അമ്മയുടെ കല്യാണി ഭാവത്തിലുള്ള ആ ജഗദംബികയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ മാത്രേ നമഃ.